നമസ്കാരം. ഇന്നത്തെ നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിലേക്ക് വരുന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഒരു ആളുകളോടുള്ള അവിടെയുള്ള മുഖ്യമന്ത്രിയോടും സ്പീക്കറോടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിപ്രതിപത്തി പ്രകടമായിരുന്നു. വളരെ കനം തൂങ്ങിയ മുഖമായിട്ടാണ് അദ്ദേഹം വന്നത്. ദെൻ അവിടുന്ന് 10-60 പേജുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഒറ്റ പാരഗ്രാഫ് മാത്രം വായിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അസാധാരണമായ നടപടിയാണ്. ഗവർണർക്കും സർക്കാരും തമ്മിലിടയിലുള്ള കുറേ നാളുകളായിട്ടുള്ള പ്രശ്നം നമുക്കറിയാം. പക്ഷേ അതിനോടുള്ള ഗവൺമെൻറ് പ്രതികരണവും ശ്രദ്ധേയമാണ്. ഗവൺമെൻറ് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നറിയില്ല, എന്തായാലും അദ്ദേഹം വന്നല്ലോ, പ്രസംഗിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയല്ലോ എന്ന മട്ടിൽ വളരെ മയപ്പെട്ട നിലയിൽ പ്രതികരിക്കാനാണ് LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം പക്ഷേ കനത്ത ഭാഷയിൽ പ്രതികരിച്ചു. എന്ന് വെച്ചാൽ ഇത് നിയമസഭയോടുള്ള അവഹേളനമാണ് എന്ന മട്ടിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷത്തു നിന്ന് വന്നത്. ഇതിനു മുമ്പ് നമ്മൾ തമിഴ്നാട്ടിലും സമാനമായ രംഗം കണ്ടിട്ടുണ്ട്. അന്ന് തമിഴ്നാട് ഗവൺമെൻറ്റും സ്റ്റാലിനും ഒക്കെ നിശിതമായ ഭാഷയിലാണ് ഗവർണറെ വിമർശിച്ചതെങ്കിൽ ഇവിടെ ഒരു മയപ്പെട്ട സമീപനം മതി എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് തൊട്ടു മുമ്പുള്ള 4 ദിവസത്തിനിടയ്ക്ക് തന്നെ 1.5 കോടിയോളം രൂപയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ രാജ്ഭവന് സർക്കാർ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി അനുവദിച്ചു കൊടുത്തത്. അങ്ങനെ കുറേ സംഗതികൾ ഇതിനകത്ത് കാണാൻ പറ്റും. ദൗസാൻ എന്താണ് തോന്നുന്നത്? ഗവർണർ വരുന്നു, അദ്ദേഹം ഇങ്ങനത്തെ സീൻ ഉണ്ടാക്കുന്നത് നമുക്കൊരു പുതിയ കാര്യമല്ല. ഗവൺമെൻറ് പക്ഷേ അതിനോട് വലിയ ഒരു രോഷമൊന്നും കാണിക്കേണ്ട, ഭരണഘടനയെക്കുറിച്ചും കീഴ്വഴക്കത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്ന് കൂടി തീരുമാനിക്കുകയാണ്. അത് ആ സ്ട്രാറ്റജി എന്തായിരിക്കും? അല്ല, അതിൽ ഒരു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒറ്റ പാരഗ്രാഫിൽ ചുരുക്കി എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അത് വരികയാണെങ്കിൽ നല്ല കാര്യമല്ല നിഷാദെ. അല്ലെങ്കിൽ അദ്ദേഹം എത്ര നേരം അത് ഇരുന്നിങ്ങനെ വായിക്കും, നിന്നിങ്ങനെ വായിക്കും, നമ്മളത് മുഴുവൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം. എന്തോ ഒരു ബോറും പരിപാടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുക ആ നിലക്ക്. പക്ഷേ അതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് അവഹേളനമാണ്, സഭയോടുള്ള അവഹേളനമാണെന്നാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു സഭയാണിത്. അപ്പോൾ അതിൽ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞാൽ സെറിമോണിയിലാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിനെ ഗൗരവത്തിലെടുക്കാത്ത ഗവർണറുടെ നടപടി സഭയോടുള്ള അവഹേളനമാണ്. സർക്കാർ പക്ഷം ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞത് ആരോഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അനുവദിച്ച തുകയുടെ കണക്കുകൾ സഭയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ വരും അത്. അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ടും പുള്ളിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമാണത്. അപ്പോൾ ഇതൊരു സെറിമോണിയലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വേണ്ട നമ്മുടെ കീഴ്വഴക്കമനുസരിച്ച് ഗവർണർ നടത്തിയില്ല എന്നുള്ളത് വിമർശിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം അവിടെയല്ല. ഈ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം മുഴുവൻ വായിച്ചോ, അല്ലെ പാതി മാത്രം വായിച്ചോ? അദ്ദേഹം വായിച്ച പാരഗ്രാഫ് അതിലേറ്റവും വായിക്കേണ്ട പാരഗ്രാഫാണ് കേട്ടോ. കോപ്പറേറ്റീവ് ഫെഡറലിസത്തെക്കുറിച്ച് പറയുന്നു, മന്ദിരങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും രാജ്യം വികസിക്കാൻ പോണില്ല എന്ന് പറയുന്നു. ഗംഭീരമായൊരു പാരഗ്രാഫാണത്. അപ്പം പ്രശ്നം ഇതല്ല അദ്ദേഹം വായിച്ചില്ല എന്നുള്ള അടിസ്ഥാന പ്രശ്നം ഗവർണറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഗവർണർ വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ടില്ല. ദ ഓഫീസ് ഓഫ് ദ ഗവർണർ എന്ന് പറയുന്ന ഒരാശയം അതെന്തിനാണ്, അല്ലെങ്കിൽ അതെന്താണ് നിർവഹിക്കുന്നത്, അത് ചരിത്രത്തിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യം എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഗൗരവപ്പെട്ട ആലോചന വേണമെന്നാണ് ഞാൻ പറയുക. അപ്പോൾ അത് ആ നിലയിൽ ഗൗരവത്തിൽ പ്രതിപക്ഷം പോലും ഉയർത്തുന്നില്ല എന്നൊരു വസ്തുത അവിടെയുണ്ട്. അതിനെ ഗൗരവത്തിൽ ഉയർത്തിയ ഒരുപക്ഷെ ഏറ്റവും ശക്തമായി അതൊരു വിഷയമാക്കി എടുത്തിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് DMK ആണ്. തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികളാണ്, അതിൽ തന്നെ DMK ആണ്. അപ്പോൾ ആടുക്ക് താടിയും നാട്ടുക്ക് ഗവർണറും ദേവയില്ലേ എന്ന് വളരെ പ്രസിദ്ധമായ പ്രസ്താവന സ്റ്റാലിൻ്റെതായിട്ട് ആ പ്രസ്താവന വരുന്നത് 2017 നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരിക്കെ അങ്ങേരെ ഗവർണർ ബുദ്ധിമുട്ടിക്കുന്ന സമയത്തല്ല, 2017 AIDMK ആണ് ഭരിക്കുന്നത്. ആ സമയത്ത് ബൻവാലിലാൽ പുരോഹിതാണ് അവിടുത്തെ ഗവർണർ. അദ്ദേഹം സർക്കാരിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന വിമർശനം വരുന്നു. അപ്പോഴാണ് പ്രതിപക്ഷത്തുള്ള സ്റ്റാലിനാണ് ഈ പ്രസ്താവന നടത്തുന്നത്. ആടിന് താടി എന്നതുപോലെ ആവശ്യമില്ലാത്ത ഏർപ്പാടാണ് ഈ ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ അത് രാജ്യത്ത് മൊത്തം ചർച്ചയായപ്പോൾ സ്റ്റാലിൻ അത് വിശദീകരിക്കുന്നുണ്ട്. ആക്ച്വലി എൻ്റെ പ്രസ്താവനയല്ല, ഇത് CN അണ്ണാദുരൈയുടെ പ്രസ്താവനയാണ്. 1957 EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടപ്പോൾ CN അണ്ണാദുരൈ നടത്തിയ പ്രസ്താവനയാണത്. അതെൻ്റെതല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. കാലങ്ങളായിട്ട് 57 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വളരെ മുമ്പ് തന്നെ DMK ദ്രാവിഡ പാർട്ടികൾ ഈ പൊസിഷൻ വളരെ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. 1969 അന്നത്തെ DMK ഗവൺമെൻറ് PV രാജവണ്ണാർ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ നിശ്ചയിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ പറയുന്ന
കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഈ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ കമ്മീഷൻ നിശ്ചയിക്കുന്നത്. PV രാജമണ്ണാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, പിന്നീട് തമിഴ്നാട് ഗവർണറുമായിരുന്നു അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ചൊരു ഡോക്യുമെൻ്റായിട്ട് അത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ DMKയുടെ പ്രഖ്യാപിത നിലപാട് ഗവർണർ എന്ന് പറയുന്ന പദവി ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഗവർണർ പദവി കൊണ്ട് 2 ഡിബേറ്റുകൾ രാജ്യത്തുണ്ട്. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ ഗവർണർ അപ്പോയിൻറ്റഡ് ആകരുത്, കേന്ദ്ര ഗവൺമെൻറ്റിനാൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാകരുത്, എലക്ട് ചെയ്യപ്പെടുന്ന ഒരാളായിരിക്കണം എന്നാണ് അതിൽ ഒരാശയം. രണ്ടാമത്തെ ആശയം ഗവർണർ എന്ന ഓഫീസേ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 2 നമുക്ക് എടുക്കാം. ഇപ്പം രാഷ്ട്രപതി അതാണല്ലോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് കേന്ദ്രത്തിൽ നിൽക്കുന്നത്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് സംസ്ഥാനത്തേക്കാണ് ഗവർണർ. അപ്പോൾ രാഷ്ട്രപതിയെ എന്താ ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്യുന്നത്. രാഷ്ട്രപതി ആരാ തിരഞ്ഞെടുക്കുന്നത്? ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളും ചേർന്നിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളും വേണമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോ ഇവരെല്ലാം ചേർന്നിട്ട് ഗവർണറെ നിശ്ചയിക്കട്ടെ, അങ്ങനെ ഒരു സമീപനമാകാം. അല്ലെങ്കിൽ DMK പറയുന്നത് പോലെ ഗവർണർ എന്ന് പറയുന്ന പദവിയെ ആവശ്യമില്ല. അതെന്തിനാണ്? അത് സംസ്ഥാന സർക്കാരുകൾക്കുമേൽ കേന്ദ്ര ഗവൺമെൻറ് ഇംഗിതം നടപ്പിലാക്കുവാനുള്ള, ഇംഗിതം അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അപ്പോയിൻറ്റഡ് ഓഫീസ് അവിടെ നിലനിൽക്കുന്നത് നമ്മുടെ ഫെഡറലിസത്തിന് എതിരാണ്, സംസ്ഥാനങ്ങളുടെ ഓട്ടോണമി എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെതിരാണ്. അങ്ങനെ ഒരു സംഗതി ആവശ്യമില്ല എന്നുള്ള ആ പൊസിഷൻ അവരെടുക്കുക മാത്രമല്ല, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. DMK എന്ന് പറയുന്ന പാർട്ടി പല ഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായിരുന്നു. 77 ജനതാ പാർട്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു, പിന്നീട് VP സിംഗ് ഗവൺമെൻറ് ഭാഗമായിരുന്നു, ദേവ്ഗൗഡ ഗവൺമെൻറ് ആയിരുന്നു, ഗുജറാത്ത് ഗവൺമെൻറ് ഭാഗമായിരുന്നു, വാജ്പേയി ഗവൺമെൻറ് ഭാഗമായിരുന്നു, UPA ഗവൺമെൻറ്റിലുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിലും DMKയുടേതായിട്ടുള്ള ഒരു ഗവർണർ ഉണ്ടായിട്ടില്ല. ഒരാളെപ്പോലും ഗവർണറായിട്ട് അവർ ശുപാർശ ചെയ്തിട്ടില്ല. അവിടെ പുരനിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരെ മിസോറമിലേക്ക് അയക്കാനാണല്ലോ ഈ പദവി രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത്. അവരുടെ ഒരു നേതാവിനെയും അവരുടെ ഒരാളെയും ഒരു അനുഭാവിയെയും അവർ ഗവർണറായി നിശ്ചയിക്കണം എന്നവർ ശുപാർശ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരാൾ ഗവർണറായിട്ടുമില്ല. എന്നുവെച്ചാൽ അത്രയും പ്രിൻസിപ്പിൾഡ് പൊസിഷൻ ആ വിഷയത്തിൽ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഓക്കെ, VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ഇതിൽ അഭിപ്രായങ്ങൾ പറയും, പല അഭിപ്രായങ്ങൾ വരും. ഈ ബേസിക് ഡിബേറ്റാണ് നടക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. എന്തിനാണ് ഈ ഓഫീസ്? ഇനി അഥവാ ഇങ്ങനൊരു ഓഫീസ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു നോമിനേറ്റഡ് ഓഫീസ് ഇവിടെ നിരന്തരം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഇടങ്കോലിടുകയും അതിൻ്റെ പ്രവർത്തനത്തെ വൈകിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നോമിനേറ്റഡ് ഓഫീസ് എന്തിനാണ്? അഥവാ ഇങ്ങനൊരു ഓഫീസ് ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഈ സ്ട്രക്ചറിലല്ല അത് പോകേണ്ടത്. അപ്പോൾ ആ ഒരു വൈഡർ ഡിബേറ്റിലേക്ക് അത് പോകണമെന്നാണ് ഞാൻ പറയുക. ആ നിലക്ക് ഉള്ള ഒരു ഡിബേറ്റിന് കാരണമാകുമെങ്കിൽ ഞാൻ ആരിഫ് മുഹമ്മദ് ഖാന് ഡബിൾ നന്ദി പറയും. ഈ പ്രസംഗം ഒഴിഞ്ഞു കിട്ടുകയും ചെയ്തു. ഓക്കെ, അജിം സദർ വിശാലമായ ഒരു ആശയമാണ്. അതിനപ്പുറം കേരളത്തിൽ ഇപ്പം നോക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെ വലിയൊരു ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. സർക്കാർ ഇവിടെ നിരന്തരം ഇങ്ങനെ സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്ന സംഗതി എന്തുമാത്രമാണ്? ഇതിങ്ങനെ ഈ പറയുന്ന നമ്മൾ പറയില്ലേ ചിന്ന പ്രശ്നങ്ങൾ മേലുള്ള ഈഗോ ക്ലാഷസിൽ മാത്രം ചുരുങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കുമോ, അതോ ഇത് വേറെ എന്തെങ്കിലും ഒരു ലാർജർ വ്യൂ അതിനകത്തുണ്ടോ? കേരളത്തിലെ കാര്യം എടുക്കുക. കേരളത്തിൽ BJP പ്രതിപക്ഷത്താണല്ലോ. അപ്പോൾ BJP സംസ്ഥാന ഘടകം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ, ആ ഘടകത്തെ റൺ ചെയ്യാൻ BJPയുടെ കേന്ദ്രത്തിന് എത്ര രൂപ ചിലവ് വരും? ഒരു തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കുക. അപ്പോൾ എവിടെയാണ് തൃശ്ശൂർ കള്ളപ്പണം പിടിച്ചു, കൊടകര 400 കോടി രൂപ കേരളത്തിലേക്ക് വന്നതാണെന്ന് ഇൻ്റലിജൻസ് വിവരങ്ങളായിട്ട് വാർത്ത പുറത്തു വന്നത്. 400 കോടി വരെ ഇലക്ഷനിൽ ആ ഒരു സ്റ്റേറ്റ് BJPയെ ചലിപ്പിക്കാൻ നല്ല പൈസ ചിലവാണ്. അതിലെത്രയോ ലാഭകരമാണ് ഒരൊറ്റയാൾ ഏകാത്മി ഭാരി പട്ടാഹെ അല്ലേ, 5 പൈസ ചിലവില്ല, അതും സംസ്ഥാന സർക്കാരിൻ്റെ ചിലവിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡിസ്റപ്ഷൻ എന്നുള്ള ഒരൊറ്റ കാര്യമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഡിസ്റപ്റ്റ് ചെയ്യുക. അത് സുരേന്ദ്രനേക്കാൾ എത്ര നന്നായി ചെയ്യുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ. എത്ര മനോഹരമായി, എത്ര എന്താണ് പറയുക, വളരെ ക്ലിനിക്കൽ പെർഫെക്ഷനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബില്ല് വന്നാൽ ഒപ്പിടാതെ അതിൻ്റെ മേലെ അടയിരിക്കുക, പുറത്തിറങ്ങി മാധ്യമങ്ങളോട് നിങ്ങൾ പുറത്തു വരുന്ന ബൈറ്റുകളുടെ എണ്ണം തന്നെ നോക്കിയോ, ഏറിയപ്പെടുന്ന ബൈറ്റുകളുടെ എണ്ണം നോക്കുക. സുരേന്ദ്രൻ്റേതാണോ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയാണോ ഏറ്റവും കൂടുതൽ എയർ ടൈം ഉള്ളത്? സുരേന്ദ്രൻ്റെ അല്ല, ഗവർണറുടേതാണ്. രണ്ടുപേരും പറയുന്ന ഒറ്റ കാര്യമാണല്ലോ, സർക്കാർ ശരിയല്ല.
ഇതാരാണ് വൃത്തിയായിട്ട് പറയുന്നത്? നല്ല ഭാഷയിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ്. അപ്പോൾ ഈ പണി നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ഗവർണർ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഗവർണറായി മാറുന്നു BJPയുടെ എന്നുള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ രവി ആകട്ടെ, രവി ഇദ്ദേഹം തമ്മിൽ ആ അർത്ഥത്തിൽ ഒരു കോമ്പറ്റീഷനുണ്ട്. പിന്നെ CV ആനന്ദബോസ് ഉണ്ട് അവിടെ ബംഗാളിൽ. അദ്ദേഹം കുറെ കൂടി മൃദുഭാഷയാണ്, അദ്ദേഹത്തിന് സോഫിസ്റ്റിക്കേറ്റഡ് അഡ്മിനിസ്ട്രേഷനൊക്കെ അറിയാം, ഈ ഭരണഘടന എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം, ഒരു IAS ആയതുകൊണ്ട് അദ്ദേഹം അത്ര പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ രവി ആകട്ടെ, ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ വളരെ നന്നായി, കെ സുരേന്ദ്രനേക്കാൾ അണ്ണാമലയേക്കാൾ നന്നായി അവരുടെ പണിയെടുക്കുകയാണ്, അതും 10 പൈസ ചിലവില്ലാതെ. BJP സംബന്ധിച്ച് ലാഭമാണ് ഇത്തരത്തിലുള്ള ഗവർണർ. അതായത് രാജ്ഭവനെ ഒരു പ്രതിപക്ഷ പാർട്ടി ഓഫീസാക്കി അവർ അനൗദ്യോഗികമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനപ്പുറം ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കാനും പറ്റില്ല നമുക്ക്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖഡ് ബംഗാളിലായിരുന്നപ്പോൾ ഭയങ്കര അക്രമമായിരുന്നു. ഇപ്പോൾ ആനന്ദബോസിന് മാതിരിയല്ല. അവസാനം മമതാ ബാനർജിക്ക് ലെറ്റർ എഴുതേണ്ടി വന്നു, ഞാനാണ് ചുരുളി റെഫറൻസ്, ഞാനാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ, മനസ്സിലാണോ? അങ്ങനെ കത്തെഴുതേണ്ടി വന്നു. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇവ ദാവൂദ് പറഞ്ഞില്ല എന്തിനാണ് ഈ ഓഫീസ് എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭരണഘടന അത് കുറേ കൂടി വിശാലമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ പോർട്ട്ഫോളിയോ ആണ്. അവിടെ പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുക, പൗരന്മാരുടെ ഭരണഘടനാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുക, ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടണം. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യപ്പെടണം. അതാണ് ഭരണഘടന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ആളാണോ, ഇനി എലക്റ്റഡ് ആളായി കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എലക്ട് ചെയ്യപ്പെട്ട ഒരു സർക്കാരിന് മുകളിൽ എലക്ട് ചെയ്യപ്പെട്ട മറ്റൊരാൾ വരികയാണ്, അത് വലിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രപതി അങ്ങനെയാണ്. ആ അർത്ഥത്തിൽ അതൊരു പ്രശ്നമാണല്ലോ. ഒരു യഥാർത്ഥത്തിൽ ഭരണഘടന നിർവചിച്ച ഒരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിന് ഒരു പണിയില്ല, അദ്ദേഹം നോക്കിയിരുന്നാൽ മതി, ഇവരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്നാണ് ഭരണഘടന അതിൽ പറയുന്നത്. അത് ചെയ്യാത്തപ്പോൾ, ഒരു ഗവർണർ അത് ചെയ്യാത്തപ്പോൾ ആരാണ് അത് തിരുത്തേണ്ടത്? അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഗവർണർമാരുടെ ഉത്തരവാദിത്തം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബില്ല് ഒപ്പിടാത്തതിനെ കുറിച്ചും അതിനെക്കുറിച്ചും സുപ്രീം കോടതി എന്തെടുക്കുകയാണ് ഇക്കാര്യത്തിൽ? അതിശക്തമായ താക്കീത് തോന്നണമല്ലോ, അതാണല്ലോ ചെയ്യേണ്ടത്. സുപ്രീം കോടതി എന്ന് അത് ഉണ്ടാവുന്നില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. ഈ ഗവർണർമാരെ ഭരണഘടനയുടെ മൂല്യത്തെക്കുറിച്ച് സുപ്രീം കോടതി കൃത്യമായി ഓർമ്മിപ്പിക്കുന്നില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ കൊടുത്ത ഹർജിയിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഭരണഘടന ക്ലാഷാണ്. ഭരണഘടനയിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ള ചില അധികാര സ്ഥാനങ്ങൾ തമ്മിലുള്ള ക്ലാഷ് വരുമ്പോൾ അതിൽ വ്യക്തത വരുത്തുകയും അത് തിരുത്തുകയും ചെയ്യേണ്ടത് ജുഡീഷ്യറിയുടെ പണിയാണ്. ജുഡീഷ്യറി ആ പണിയെടുക്കാത്തതും ഒരു പ്രശ്നമാണ്. അതിൻ്റെ കാരണവും എക്സിക്യൂട്ടീവിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നാം ഇപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ BJP സംബന്ധിച്ച് BJPക്കാരോട് ഇത് കാര്യം ചോദിച്ചാൽ BJP ആദ്യം പറയാം, ഇത് കോൺഗ്രസ്സുകാരുടെ കാലത്ത് ചെയ്തല്ലേ, 57 EMS സർക്കാരിനെ പിരിച്ചുവിട്ടത് അവർ വേണി റെഫർ ചെയ്യും. അന്ന് അങ്ങനെ ചെയ്തു ഒരുപാടുണ്ട്. കോൺഗ്രസിൻ്റെ കാലത്ത് നിരവധി കോൺഗ്രസ് ചെയ്തു വെച്ച പല കാര്യങ്ങളും പ്രീസിഡൻസ് വെച്ചിട്ടാണ് ഇന്ന് BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാത്ത ജുഡീഷ്യറി ആകട്ടെ, എക്സിക്യൂട്ടീവ് ആവട്ടെ, ഈ പറയുന്ന ഈ നാല് തൂണുകളിൽ ഏതുമാവട്ടെ, ആ തൂണുകൾ കൃത്യമായി പണിയെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും. നമ്മുടെ മൊത്തത്തിൽ ജനാധിപത്യം മോശമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഈ ഗവർണർ സർക്കാർ പോരെന്ന് പറയാൻ കഴിയും. യെസ്, നമ്മുടെ കേരളത്തിലെ രാജ്ഭവൻ ഭരണഘടനാപരമായ മൂല്യത്തെ എന്തുമാത്രം ഉയർത്തിപ്പിടിക്കുന്നുള്ള ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്നത്.